हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 4-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. 4ഉം 5ഉം ഒരുമിച്ചാണ് ചൊല്ലുന്നത്. ബുദ്ധിർജ്ഞാനമസമ്മോഹ ക്ഷമാ സത്യം ദമഃശമ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച ഭയമേവ ച. 5-ാമത്തെ അഹിംസ സമത തുഷ്ടി തപോദാനം യശോ യശ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധ. മലയാളം 4-ാമത്തതിൻ്റെ മലയാളം: വിവേകമറിവും ബോധം ക്ഷമാ സത്യം ദമം ശമം സുഖം ദുഃഖം ഭവാഭാവം ഭയം അഭയമേ. സാമ്യം ദുഷ്കീർത്തി കീർത്തിയും അഹിംസ എന്നു വിവിധം ഭാവമെന്നിൽ മതുദ്ഭവം. ബുദ്ധി ജ്ഞാനം അസമ്മോഹ ക്ഷമാ സത്യം ദമഃ ശമഃ. ബുദ്ധി ജ്ഞാനം വ്യാമോഹമില്ലായ്മ, എല്ലാറ്റിൽ നിന്നും മോചിതനാവ്, മോഹങ്ങളിൽ നിന്ന്. ക്ഷമ സത്യം ദമം ശമം സുഖം ദുഃഖം ഭവ അഭാവഃ. സുഖം ദുഃഖം ഉൽപ്പത്തി നാശം ഭയം ച അഭയം ഏവ. ഭയം അഭയം ഇവയും. അഹിംസ സമത തുഷ്ടി. അഹിംസ സമഭാവന സന്തുഷ്ടി. തപഃ ദാനം യശഃ അയശഃ. തപസ് ദാനം സൽകീർത്തി ദുഷ്കീർത്തി. ഭൂതാനാം ഇങ്ങനെ ജീവജാലങ്ങളുടെ പൃഥഗ്വിധ ഭാവാഃ നാനാവിധ ഭാവങ്ങളെല്ലാം തന്നെ മത്തഃ ഏവ ഭവന്തി എന്നിൽ നിന്നു തന്നെയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്നെ ജന്മരഹിതനും അനാദിയും ലോകമഹേശ്വരനുമായിട്ട് ആരാണോ അറിയുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് ലോകമഹേശ്വരൻ എന്ന് വിളിക്കാൻ കാരണം എന്ന് ഒന്നുകൂടെ വിവരിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് വിഭൂതികളാണിത്. കുറച്ച് ഉദാഹരണസഹിതം കുറച്ചെണ്ണം വിസ്തരിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാറ്റിനും അർത്ഥം നമുക്ക് അറിയുന്നതാണ്. ബുദ്ധി ജ്ഞാനം മോഹമില്ലായ്മ ക്ഷമ സത്യം ദമം ശമം എല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ്. എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ പ്രപഞ്ചത്തിലെ വിഭൂതി കർമ്മങ്ങൾ എല്ലാം ഞാൻ തന്നെയാണ് എന്ന് വിവരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ജ്ഞാനം ബുദ്ധി മോഹമില്ലായ്മ അസമ്മോഹ. അപ്പോൾ സത്യം അസത്യം വേർതിരിച്ചറിയലാണ് ബുദ്ധി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ബോധം. ക്ഷമ എന്താണ്? എല്ലാം പൊറുക്കുവാനുള്ള കഴിവാണ് ക്ഷമ. സത്യം നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് സത്യം. ദമഃ ഇന്ദ്രിയങ്ങളെല്ലാം മറ്റ് പല വിഷയങ്ങളിലേക്ക് പോവാതെ അവയൊക്കെ കടിഞ്ഞാണിട്ട് നേർവഴിക്ക് കൊണ്ടുവരിക. ശമഃ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങൾ ഇല്ലാതാക്കാൻ തന്നെ, പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും, ഇല്ലാതാക്കാൻ പോലും ശമിപ്പിക്കാനും പറ്റും. അങ്ങനെ മനസ്സൊരു നിശ്ചലാവസ്ഥയിൽ എത്തിക്കോളും. ഭവം സുഖം പിന്നെ ഉൽപ്പത്തി നാശം. സുഖം ദുഃഖം എല്ലാവർക്കും അറിയാം. സുഖം എന്താണ്, ദുഃഖം എന്താണ്. ഉൽപ്പത്തി നാശം ജനന മരണങ്ങൾ, ഭയം അഭയം. അഹിംസ സമഭാവന എല്ലാവരോടും ഒരുപോലെ, എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ് സമഭാവന. അഹിംസ എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷിമൃഗാദികളെ കൊല്ലാതിരിക്കുക എന്നുള്ളതല്ല.
ആരെയും മനസ്സുകൊണ്ട് പോലും നോവിക്കാതിരിക്കുക എന്നുള്ളതാണ് അഹിംസ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അഭയം എന്ന് പറഞ്ഞാൽ എന്തിനെ ആശ്രയിച്ചാലാണോ നമുക്ക് ഭയമില്ലാതിരിക്കുന്നത് അതാണ് അഭയം. അപ്പം സമഭാവന, ആ സമഭാവന വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തനിയെ തന്നെ സന്തുഷ്ടി കൈവരും. തപസ്, ഈശ്വരനെ സമർപ്പണമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനെ അറിയാൻ ശ്രമിക്കൽ, അതിന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ സാധനകളും, ഈശ്വരനെ അറിയാനായിട്ട് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തന്നെ എന്താണ്, തപസ്സിന് തുല്യമാണ്. അല്ലെങ്കിൽ അതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ദാനം, എന്ത് കിട്ടിയാലും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക. സൽകീർത്തി, നമ്മളുടെ പ്രശസ്തി വർദ്ധിക്കലാണ് സൽകീർത്തി. പക്ഷേ ദുഷ്കീർത്തി എന്ന് പറയുമ്പോൾ അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ബുദ്ധി, ജ്ഞാനം, ക്ഷമ, സത്യം, ദമം, ശമം, സുഖം, ദുഃഖം, ഉൽപ്പത്തി, നാശം, ഭയം, അഭയം, അഹിംസ, സമഭാവന, സന്തുഷ്ടി, തപസ്, ദാനം, സൽകീർത്തി, ദുഷ്കീർത്തി, ഇത്രയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളിൽ കുറച്ചെണ്ണം മാത്രമാണ്. എങ്കിലും ഈ ജീവജാലങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഭാവങ്ങളെല്ലാം തന്നെ എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ബ്രഹ്മത്തോട് അടുക്കുമ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഗുണങ്ങളും പറയുന്നുണ്ട്, ദോഷങ്ങളും പറയുന്നുണ്ട്. അതിൽ നല്ലത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഗുണങ്ങൾ കൂടുതലായിട്ട് വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. മറ്റുള്ള ഗുണങ്ങൾ കുറച്ച് തളർത്തുകയും വേണം. മറ്റുള്ള ഗുണങ്ങളെല്ലാം ശമിപ്പിച്ച് നല്ല ഗുണങ്ങൾ മാത്രം വളർത്തി എടുക്കണം. അപ്പോൾ വേറെ വേറെ ജീവിത സമ്പ്രദായങ്ങളാണ് ഓരോ ജനങ്ങളും പിന്തുടരുന്നത്, ഓരോ വ്യക്തികളും പിന്തുടരുന്നത് അല്ലേ. ഈ വിവിധ തരം വികാര വിചാരങ്ങൾ അവർക്ക് ഉണ്ടാവുന്നത് മുഴുവൻ എന്നിൽ നിന്ന് തന്നെയാണ്. അപ്പം നമ്മളുടെ ഗുണങ്ങളെ പ്രകാശിപ്പിക്കാൻ അവിടെ ശുദ്ധബോധമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ അതിന് നിലനിൽപ്പുണ്ടാവുന്നില്ല. ഈ എല്ലാ ജീവജാലങ്ങളുടെയും അനുഭവമണ്ഡലങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു തരംതിരിവ് സാധിക്കുന്നതാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ലോകമഹേശ്വരം എന്ന് എന്നെ വിശേഷിപ്പിക്കാൻ കാരണം ഇതാണ്. ഈ വിഭൂതികളെല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇനി 6ാമത്തെ ശ്ലോകം. മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനവസ്തഥ മദ്ഭാവ മാനസാജാത യേഷാം ലോക ഇമാ പ്രജ. മലയാളം. മനുക്കൾ 4 പിന്നെ സപ്തർഷികളതൊക്കെയും എന്നിൽ മാനസജാതന്മാരവരിൽ നിന്നു ലോകരും. സപ്തമഹർഷയ, സപ്തർഷികളും, പൂർവേ ചത്വാരഃ, അവർക്ക് മുമ്പ് 4 സനകാദി മഹർഷികൾ, തഥാ മനവഃ, അപ്രകാരം തന്നെ മനുക്കളും, മദ്ഭാവാഃ, എൻ്റെ പ്രഭാവത്തോടു കൂടിയവരും, മാനസാജാതാഃ, എൻ്റെ മനസ്സിൽ നിന്ന് ജനിച്ചവരുമാകുന്നു. ലോകഃ ഇമാ പ്രജാഃ, ലോകത്തിൽ ഈ പ്രജകളെല്ലാം യേഷാം, അവരുടേതാകുന്നു. ഇവിടെ സൃഷ്ടിയാണ് പറയുന്നത്. നാരായണീയത്തിലെ 10ാമത്തെ അധ്യായത്തിലുണ്ട് സൃഷ്ടിഭേദങ്ങൾ, കൂടുതലായിട്ട് സൃഷ്ടിയെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് സപ്തർഷികളും 4 കുമാരന്മാരും പിന്നീട് 14 മനുക്കളും ഭഗവാന്റെ മനസ്സിൽ നിന്നുണ്ടായി എന്നാണ്. അപ്പോൾ ഈ പ്രജകളെല്ലാം തന്നെ യേഷാം ലോക ഇമാ പ്രജ, ഈ പ്രജകളെല്ലാം തന്നെ അതിൽ നിന്ന് ആദ്യം മാനസപുത്രന്മാരുണ്ടായി. നേരത്തെ പറഞ്ഞ സപ്തർഷികൾ 14 മനുക്കളിൽ നിന്നാണ് എല്ലാ ചരാചരങ്ങളും ഉണ്ടായത്. അപ്പോൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ അത് ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ നിന്ന് തന്നെ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ 4 പേരെയാണ് സൃഷ്ടിച്ചത്. പിന്നീടാണ് മനുക്കളെ സൃഷ്ടിച്ചത്. അവരിൽ നിന്ന്, ഇവരെല്ലാം മാനസ സൃഷ്ടിയാണ്, അതിൽ നിന്നാണ് എല്ലാ ചരാചരങ്ങളും ഉടലെടുത്തത്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് സൃഷ്ടി നടത്തിയത്. അതിൽ നിന്ന് ആദ്യം വന്നവരാണ്
സനകാദി മഹർഷികൾ 4 പേര്. അവർ ഭക്തരായിരുന്നു എപ്പോഴും. അതുകൊണ്ട് പിന്നീട് രുദ്രാവതാരം, രുദ്രനെ സൃഷ്ടിച്ചു. പിന്നീട് രുദ്രന് ശേഷം വീണ്ടും രുദ്രനിൽ നിന്നുണ്ടായ ആൾക്കാരെ രുദ്രൻ്റെ തന്നെ ഗുണങ്ങൾ കാണിക്കാൻ തുടങ്ങി, അതായത് രൗദ്രം. അപ്പോൾ ലോകത്തിൽ മുഴുവനും ദോഷങ്ങൾ നിറഞ്ഞ് എല്ലാവർക്കും ഭയം, അക്രമങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ തന്നെ ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന് പ്രേരിപ്പിച്ചതിനനുസരിച്ച് രുദ്രനോട് പറയും, അരുത് ഇനി പ്രജാസൃഷ്ടി ചെയ്യരുത്. കാരണം നല്ല ആൾക്കാരില്ല, രുദ്രൻ്റെ ഗുണങ്ങൾ കാണിക്കുന്ന ആൾക്കാർ മാത്രം, ഭയങ്കര രൂപികളായിട്ടുള്ള രുദ്രന്മാരാണ് ലോകം മുഴുവൻ നിറഞ്ഞ് വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രജാസൃഷ്ടി നിർത്താൻ പറയും. പിന്നീട് ബ്രഹ്മാവിൻ്റെ വിവിധ അവയവങ്ങളിൽ നിന്ന് മരീചി, അത്രി, അങ്കിരസ്, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിവരെല്ലാം ഉണ്ടാവുകയാണ് ചെയ്തത്. വസിഷ്ഠനും ദക്ഷനും. മരീചി മനസ്സിൽ നിന്നും, അത്രി നേത്രത്തിൽ നിന്നും, അങ്കിരസ് മുഖത്തു നിന്നും, ക്രതുമുനി കയ്യിൽ നിന്നും, ഭൃഗു ത്വക്കിൽ നിന്നും, വസിഷ്ഠൻ പ്രാണവായുവിൽ നിന്നും, ദക്ഷൻ പെരുവിരലിൽ നിന്നും, നാരദൻ മടിയിൽ നിന്നും ഉണ്ടായി എന്നാണ് കഥ. നാരായണീയത്തിൽ നിന്നാണ്. ദശകം 10 വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സൃഷ്ടി മഹർഷയഃ സപ്തഃ എന്നാണ്. സപ്തർഷികൾ എന്നുള്ളതിന് നമ്മൾക്ക് ഇങ്ങനെയും കൂടെ പറയാം: ബുദ്ധി, അഹങ്കാരം, പഞ്ചേന്ദ്രിയങ്ങൾ 7. ബുദ്ധി, അഹങ്കാരം, പഞ്ചേന്ദ്രിയങ്ങൾ ഇതെല്ലാം കൂടിയതാണ് സപ്തർഷികൾ എന്നും ഒരർത്ഥം പറയാം. കാരണം നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം വളരെയധികം തോന്നുന്ന സമയത്ത് അതിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്നൊരു ഭാവം നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ആ സങ്കല്പം മനസ്സിലുള്ള ആഗ്രഹമാണല്ലോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും നമുക്ക് ശാന്തി തരികയല്ല ചെയ്യുക, നമ്മുടെ ശാന്തിയും സമാധാനമൊക്കെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും അതിൻ്റെ കൂടെ പ്രവർത്തിക്കും. അങ്ങനെ സുഖങ്ങളും ദുഃഖങ്ങളും ജയങ്ങളും പരാജയങ്ങളും ലാഭവും നഷ്ടവും എല്ലാതും നമ്മൾക്ക് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയും ഒരർത്ഥം എടുക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഗുണങ്ങളുണ്ട്, ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, ചീത്ത കാര്യങ്ങളും ഉണ്ട് അല്ലേ. ഗുണമില്ലാത്ത കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞു. എല്ലാം ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല സാധനങ്ങൾ അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. മറ്റുള്ളവ നമ്മൾ ഉപേക്ഷിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ട് മനുഷ്യന് ഒരു ബുദ്ധിയും തന്നിട്ടുണ്ട്. വിവേകബുദ്ധിയും മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബുദ്ധി ഉള്ളത് കൊണ്ട് നമ്മൾ ആ നല്ല ഗുണങ്ങൾ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ മനസ്സിനൊരു ശാന്തി ലഭിക്കും. ആ ശാന്തി ആണ് ശാശ്വതമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സുഖം ദുഃഖം എന്നൊക്കെ ഉള്ളത് റിലേറ്റീവാണ്. അതായത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. എനിക്ക് സുഖം തോന്നുന്നു എങ്കിൽ അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ ദുഃഖമായിട്ടാണ് അനുഭവപ്പെടുക. അതേപോലെ തന്നെ ഒരാൾ നല്ലതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതേ ആൾ തന്നെ മറ്റൊരാൾക്ക് ചിലപ്പോൾ ചീത്ത മനുഷ്യനായിട്ടും തോന്നാം. ഞാൻ പറയുന്നു അയാൾ നല്ല ആളാണെന്ന്, പക്ഷേ എൻ്റെ ഫ്രണ്ട് പറയുന്നു അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് പറയാണ്, അയ്യേ അയാൾ നല്ലതൊന്നുമല്ല, അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മളിതിൽ നല്ലത് മാത്രം എടുക്കുക. കാരണം ഇത്രയും വിഭൂതികൾ പറഞ്ഞു കഴിഞ്ഞു, കുറച്ചെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, ഇനി ധാരാളമുണ്ട്. പക്ഷേ അവയിൽ നിന്ന് നല്ലത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക, മറ്റുള്ളവയെ ഉപേക്ഷിക്കുകയും ചെയ്യണം. ഇതാണ് സൃഷ്ടിയുടെ തത്വം അർജുന എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ വിഭൂതികളെ യഥാർത്ഥമായിട്ട് അറിയുന്ന ആൾക്കാർ പരമാത്മാവിൻ്റെ
പരമാത്മാവ് എന്ന സ്ഥാനത്തിൽ എത്താൻ ഒരു ഒരു പ്രയത്നം തോന്നും അവരുടെ മനസ്സിൽ. മാത്രമല്ല ആ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും. ഇതാണ് പറഞ്ഞത്. 6 ശ്ലോകങ്ങളാണ്. 4ഉം 5ഉം 6ഉമാണ് ഇന്ന് വായിച്ചിരിക്കുന്നത്. അടുത്തത് 7ാമത്തെ ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.